ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു കവിതയാണ് നോക്കുന്നത്. ബയാ ഹമാരി ചിടിയാ റാണി, മഹാദേവി വർമ്മ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ്. ബയ എന്ന് പറഞ്ഞാൽ തുക്കണാങ്കുരുവി പക്ഷികളുടെ റാണി. രണ്ട് കുട്ടികൾ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും, അവർ ഈ കിളിയോട് സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു കവിതയാണ് ബയാ ഹമാരി ചിടിയാ റാണി. ആധുനിക യുഗത്തിലെ ഒരു പ്രസിദ്ധയായ കവയത്രിയാണ് മഹാദേവി വർമ്മ. ബയാ ഹമാരി ചിടിയാ റാണി തിൻകെ ലാക്കർ മഹൽ ബനാത്തി, ഊഞ്ചി ഡാലോം പർ ലഡ്കാത്തി, ഗേത്തോം സെ ഫിർ ദാനാ ലാത്തി, നദിയോം സെ ബർ ലാത്തി പാനി. ബയാ ഹമാരി ചിടിയാ റാണി, തൂക്കണാങ്കുരുവി പക്ഷികളുടെ റാണി. തിൻകെ എന്ന് പറഞ്ഞാൽ പുൽനാമ്പ്. ഈ പുൽനാമ്പുകളൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് പണിയുന്നു? മഹൽ ബനാത്തി, കൊട്ടാരം പണിയുന്നു. ഈ കൊട്ടാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കിളിയുടെ കൂടിനെയാണ് കേട്ടോ. ഊഞ്ചി ഡാലോം പർ ലഡ്കാത്തി, എന്നിട്ട് ഈ കൊട്ടാരം, ഈ കൂട് പണിതിട്ട് ഉയർന്ന കൊമ്പിൽ തൂക്കിയിടുന്നു. ഗേത്തോം സെ ഫിർ ദാനാ ലാത്തി, ഗേത്ത് എന്ന് പറഞ്ഞാൽ വയലിൽ നിന്നും ധാന്യങ്ങൾ കൊണ്ടുവരുന്നു. നദിയോം സെ ബർ ലാത്തി പാനി, നദികളിൽ നിന്നും വെള്ളം കൊണ്ടുവരുന്നു. തൂക്കണാങ്കുരുവി, വീവർ ബേർഡ്, അത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? പുൽനാമ്പുകൾ കൊണ്ടുവന്ന് കൊട്ടാരം പണിയുന്നു, എന്നിട്ട് അത് ഉയർന്ന കൊമ്പുകളിൽ തൂക്കിയിടുന്നു. വയലിൽ പോയി ധാന്യങ്ങളൊക്കെ ശേഖരിക്കുന്നു. നദിയിൽ പോയിട്ട് വെള്ളം കൊണ്ടുവരുന്നു. അല്ലേ? ഇതൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ പക്ഷികളുടെ റാണിയായ തൂക്കണാങ്കുരുവി. തുജ്കോ ദൂർ ന ജാനെ ദേംഗെ, ദാനോം സേ ആംഗൻ ഭർ ദേംഗെ, ഔർ ഹൗസ് മേ ഭർ ദേംഗെ ഹം മീഠാ മീഠാ ഠണ്ഡാ പാനി. ഈ രണ്ട് കുട്ടികൾ ഈ തുക്കണാങ്കുരുവിയോട് പറയാണ്. എന്താണ് പറയണത്? തുജ്കോ ദൂർ ന ജാനെ ദേംഗെ, നീ ദൂരെ എങ്ങും പോകരുത്. ദാനോം സേ ആംഗൻ ഭർ ദേംഗെ, നിനക്ക് കഴിക്കാനുള്ള ധാന്യങ്ങളൊക്കെ ഞങ്ങൾ ഈ മുറ്റത്ത് തരാം, നീ ദൂരെയൊന്നും പോകരുത്. ഔർ ഹൗസ് മേ ഭർ ദേംഗെ ഹം മീഠാ മീഠാ ഠണ്ഡാ പാനി, അതുപോലെ വലിയ പാത്രത്തിൽ നിറയെ നല്ല തണുത്ത മധുരമുള്ള വെള്ളം തരാം. അപ്പോൾ വെള്ളവും ധാന്യവും ഒക്കെ ഞങ്ങൾ ഈ മുറ്റത്ത് തരാം, നീ എങ്ങോട്ടും പോകരുത്. ഫിർ അണ്ടേ സേയേഗി തൂ ജബ്, നികലേംഗെ നന്നേ ബച്ചേ തബ്, ഹം ആക്കർ ഭാരി ഭാരി സേ കർ ലേംഗെ ഉൻകി നിഗരാനി. അണ്ടെന്ന് പറഞ്ഞാൽ മുട്ട. അപ്പോൾ നീ അടയിരുന്ന് നിൻ്റെ മുട്ടയൊക്കെ വിരിയാനാകുമ്പോൾ നിൻ്റെ ചെറിയ കുഞ്ഞുങ്ങൾ പുറത്ത് വരുമല്ലേ? അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, ഹം ആക്കർ ഭാരി ഭാരിസ്, ഞങ്ങൾ രണ്ടുപേരും മാറി മാറി വന്നിട്ട് നിൻ്റെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കിക്കോളാം. ഈ രണ്ട് കുട്ടികൾ നമ്മുടെ ഈ തുക്കണാങ്കുരുവിയോട് ബയയോട് പറയാണ്, നിൻ്റെ മുട്ട വിരിഞ്ഞ് ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ അവരെ ഞങ്ങൾ രണ്ടുപേരും മാറി മാറി നോക്കിക്കോളാം. ഫിർ ജബ് ഉൻകെ പർ നികലേംഗെ, ഉഡ് ജായേംഗെ ബയാ ബനേംഗെ, ഹം തബ് തേരെ പാസ് രഹേംഗെ, തൂ രോനാ മത് ചിടിയാ റാണി, ബയാ ഹമാരി ചിടിയാ റാണി. പിന്നീട് ഇവർക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് ചിറക് മുളക്കുമ്പോൾ അവർ വലിയ വലിയ തുക്കണാങ്കുരുവികളായി മാറും. അപ്പോൾ തുക്കണാങ്കുരുവികളായിട്ട് ഇവർ പറന്നു പോകും. അപ്പോൾ ഞങ്ങൾ നിൻ്റെ അടുത്തുണ്ടാകും, നീ കരയരുത് ചിടിയാ റാണി. ഈ കുഞ്ഞുങ്ങൾ വലിയ പക്ഷികളായി പറന്നു പോകുമ്പോൾ ഈ തുക്കണാങ്കുരുവിയോട് നീ കരയരുത്, നിന്നെ ഞങ്ങൾ നോക്കിക്കോളാം, നിൻ്റെ അടുത്ത് ഞങ്ങളുണ്ടാവാം എന്നാണ് ഈ രണ്ട് കുട്ടികൾ ഈ തുക്കണാങ്കുരുവിയോട് വന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഈ ബയാ ഹമാരി ചിടിയാ റാണി എന്നുള്ള കവിതയിൽ പറയണത്. ഈ രണ്ട് കുട്ടികൾ ഈ കിളിയോട് സംസാരിക്കുന്ന രീതിയിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്.
അപ്പോൾ നല്ല രസമുള്ളൊരു കവിതയാണല്ലേ, പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്, സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഈ കവിത നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ആക്ടിവിറ്റി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.